എറണാകുളത്തെ സിനിമാ തിയേറ്റർ പ്രേമികൾക്ക് ഈ ഓണത്തിന് സന്തോഷിക്കാൻ 3 കാരണങ്ങളാണ് ഉള്ളത്. 3 തിയേറ്ററുകളാണ് ഈ ഓണത്തിന് തുറക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഒരു പുതിയ തിയേറ്ററും 2 പഴയ തിയേറ്ററുകൾ റെനോവേഷന് ശേഷവും ഓപ്പൺ ചെയ്യുകയാണ്. ഈ ലിസ്റ്റിൽ 3ാമത്തെ തിയേറ്ററാണ് ലുലു മൈമൂൺ തിയേറ്റർ. ഇത് 3ാമത് ഇടാൻ കാരണം ഈ മാസം ഇത് ഓപ്പൺ ആകുമോ എന്ന് കൺഫേംഡ് അല്ല. ഓണത്തിന് തുറക്കുമെന്ന് ചിലര് പറയുന്നു. ഓൾമോസ്റ്റ് 20 വർഷങ്ങളായി ഇത് അടഞ്ഞു കിടക്കുന്നു. 1981 ഓപ്പൺ ആയ ഈ തിയേറ്ററിൽ 2 സ്ക്രീനുകളായിരുന്നു ഉണ്ടായിരുന്നത്. ലുലുവും മൈമൂണും. പല ഹിറ്റ് പടങ്ങളും ഓടിയിട്ടുണ്ട്. കോക്കേഴ്സ് ഗ്രൂപ്പായിരുന്നു ഈ തിയേറ്ററിന്റെ ഓണേഴ്സ്. 2006 മഹാസമുദ്രമായിരുന്നു അവസാനമായി കളിച്ചത്. അടച്ചു കഴിഞ്ഞ് ഈ തിയേറ്റർ PVR ഐനോക്സ് ഗ്രൂപ്പിന് കൈമാറി. ഇപ്പോൾ 5 സ്ക്രീനുകളായിട്ടാണ് റീ ഓപ്പൺ ചെയ്യുന്നതെന്ന് കേൾക്കുന്നു. ഈ ലിസ്റ്റിലെ 2ാമത്തെ സ്ഥാനത്ത് മാജിക് ഫ്രെയിംസിന്റെ കാക്കനാടുള്ള മൾട്ടിപ്ലക്സ് ആണ്. ഇവിടെയും 5 സ്ക്രീനുകളാണ് ഉള്ളത്. എന്നാൽ ഓണത്തിനാകെ 4 സ്ക്രീനുകളെ ഓപ്പൺ ആകുന്നുള്ളൂ. 5ാമത്തെ സ്ക്രീനിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ 4 സ്ക്രീനുകളിൽ ഒരു സ്ക്രീൻ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്പെറന്റ് LED സ്ക്രീൻ ആയിരിക്കും. ഈ സ്ക്രീനിൽ ഡോൾബി അറ്റ്മോസ് ഉണ്ടായിരിക്കും. ഓഗസ്റ്റ് 17 മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ബാക്കി 3 സ്ക്രീനുകളുടെയും സ്പെസിഫിക്കേഷൻ പുറത്തു വന്നിട്ടില്ല. 5ാമത്തെ സ്ക്രീൻ ഡിസംബറിൽ തുറക്കുമെന്നാണ് കേൾക്കുന്നത്. ഈ ലിസ്റ്റിലെ ആദ്യത്തെ തിയേറ്ററാണ് എറണാകുളം സരിത. ഇത് ആദ്യം ഇടാൻ കാരണം സരിത ഒരു ഐക്കോണിക് തിയേറ്റർ ആണ്. ആ വലിയ ഹോള് സ്പ്ലിറ്റ് ചെയ്യാതെയാണ് റെനോവേറ്റ് ചെയ്തിരിക്കുന്നത്. 1981 തുറന്ന ഈ തിയേറ്റർ 2022 വർക്കിന് വേണ്ടി അടയ്ക്കുന്ന സമയത്ത് 1000-ലധികം പേർക്ക് ഇരിക്കാൻ പറ്റാവുന്ന കിങ് സൈസ് തിയേറ്റർ ആയിരുന്നു. ഓഗസ്റ്റ് 20 റീ ഓപ്പൺ ചെയ്യുമ്പോൾ 800 സീറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ കൂടി ആ ഹോൾ സൈസ് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡോൾബി അറ്റ്മോസ് ആയിരിക്കും സൗണ്ട്. കിങ് സൈസ് തിയേറ്ററുകൾ പലതും സ്പ്ലിറ്റ് ചെയ്യുകയോ അടച്ചുപൂട്ടുകയോ ചെയ്യുന്ന ഈ കാലത്ത് സരിത ഹോൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. ഐ ആം ഗെയിം ആയിരിക്കും റീ ഓപ്പണിംഗ് മൂവി. ഈ തിയേറ്ററുകളിൽ ഏത് തിയേറ്ററിന്റെ ഓപ്പണിംഗിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്? കമന്റിൽ പറയൂ.